ഫുട്ബോൾ ലോകത്തിലെ അസുരന്റെ കഥ. 40 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ 3 കുട്ടികളെ വളർത്താൻ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ 4ാമതും ഗർഭിണിയാവുന്നു. മുഴുക്കുടിയനായ ഭർത്താവും 3 മക്കൾക്കിടയിൽ 4ാമതൊരാൾ വന്നിട്ട് പട്ടിണി അനുഭവിക്കാതിരിക്കാൻ ആ അമ്മ തന്റെ ഗർഭം അബോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. എന്നാൽ ആ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഈ ലോകത്തെ തന്നെ കാൽക്കീഴിലാക്കാൻ പോകുന്ന പോർച്ചുഗലിന്റെ രാജാവാണ് തന്റെ നിറവയറ്റിൽ വളരുന്നതെന്ന്. 100 Days 100 Legend സ്റ്റോറി പാർട്ട് 4. ഇതുപോലുള്ള ഗൂസ് ബം സ്റ്റോറികൾക്കായിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒടുവിൽ ആ അമ്മയോട് തന്റെ ഭർത്താവും ചർച്ചിലെ ഫാദറും കുട്ടിയെ വളർത്താനായി നിർബന്ധിക്കുകയും 1985 പോർച്ചുഗലിലെ ആ ദരിദ്ര കുടുംബത്തിൽ 4ാമനായി റൊണാൾഡോ പിറക്കുന്നു. അമ്മ അടുത്തുള്ള വീടുകളിൽ ജോലിക്ക് പോകുമ്പോൾ അച്ഛൻ അടുത്തുള്ള ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഹെൽപ്പറായി ജോലിക്ക് പോകുമായിരുന്നു. അച്ഛന്റെ കൂടെ ഇടയ്ക്ക് ഫുട്ബോൾ ഗ്രൗണ്ടിൽ പോകുന്നത് കൊണ്ട് തന്നെ റൊണാൾഡോയ്ക്ക് ഫുട്ബോളിന്റെ മേലെ ഒരു ഇൻട്രസ്റ്റ് വരുന്നു. ഒഴിവു ദിവസങ്ങളിൽ വീട്ടിൽ അങ്ങനെ ആഹാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ നേരവും റൊണാൾഡോ ഫുട്ബോൾ മൈതാനത്തായിരുന്നു ചെലവഴിച്ചുകൊണ്ടിരുന്നത്. തന്റെ 9ാമത്തെ വയസ്സിൽ ഒരു കീറിയ ഷൂ ഇട്ടിട്ട് നേരെ ഗ്രൗണ്ടിൽ പ്ലെയറായിട്ട് ഇറങ്ങുന്നു. ആ ചെറിയ പ്രായത്തിൽ തന്നെ അവന്റെ പെർഫോമൻസ് കണ്ട് കൂടെയുള്ളവരെല്ലാം ഞെട്ടിത്തരിക്കുന്നു. അങ്ങനെ തന്റെ 15ാമത്തെ വയസ്സിൽ ഒരു ഫുട്ബോൾ ക്ലബ്ബിൽ റൊണാൾഡോയ്ക്ക് കളിക്കാനായിട്ട് അവസരം ലഭിക്കുന്നു. ആ സമയത്തായിരുന്നു റൊണാൾഡോയ്ക്ക് ഒരു ഹാർട്ട് പ്രോബ്ലം വരുന്നത്. ഇനി ഒരിക്കലും തനിക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ നിനക്കൊരു സർജറി തരാം, അതിന് നിന്റെ ജീവൻ വരെ പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം റൊണാൾഡോ ഏത് ഓപ്ഷൻ ആയിരിക്കും തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക എന്ന്. സർജറി തീർന്ന് വിശ്രമത്തിന് ശേഷം റൊണാൾഡോ വീണ്ടും കളിക്കളത്തിൽ ഇറങ്ങുന്നു, കഠിനമായി പരിശ്രമിക്കുന്നു, ഫുട്ബോൾ ലോകത്തെ തന്നെ കാൽക്കീഴിലാകുന്നു. 2016 നടന്ന യൂറോ ഫൈനൽ ചാമ്പ്യൻഷിപ്പ് റൊണാൾഡോയെ പോലെ തന്നെ നമ്മൾക്കാർക്കും അന്ന് പെട്ടെന്ന് മറക്കാൻ കഴിയില്ലാത്ത ഒരു പ്രകടനമായിരുന്നു ആ മനുഷ്യൻ ആ സ്റ്റേഡിയത്തിന്റെ അകത്തും പുറത്തും നിന്ന് കാഴ്ചവെച്ചത്. മാച്ച് തുടങ്ങി ഫസ്റ്റ് ഹാഫിന് മുന്നേ തന്നെ ഓപ്പനന്റെ കാലിൽ തന്റെ കാല് തട്ടി റൊണാൾഡോയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. വേദന കൊണ്ട് പൊളിയുന്ന റൊണാൾഡോയെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ഉള്ളിൽ അടങ്ങാത്ത വേറി തന്നെ വിശ്രമിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ചികിത്സ നിഷേധിച്ച് റൊണാൾഡോ വീണ്ടും സ്റ്റേഡിയത്തിൽ ഇറങ്ങുന്നു. നടക്കാൻ പോലും സാധിക്കാത്ത റൊണാൾഡോ മൈതാനത്തിരുന്ന് പൊട്ടിക്കരയുന്നു. ഒട്ടും പറ്റാതായ റൊണാൾഡോയെ മെഡിക്കൽ ടീം സ്ട്രക്ചറിൽ വീണ്ടും കൊണ്ടുപോകുന്നു. അതിനുശേഷം ആ മാച്ച് ക്യാപ്റ്റൻ ഇല്ലാത്ത ഷിപ്പ് പോലെ വളരെ മോശം നിലയിലോട്ട് പതുക്കെ ഇഴഞ്ഞു നീങ്ങുന്നു. അതുവരെ ആവേശത്തിന്റെ കൊടുമുടിയിലിരുന്ന ഓഡിയൻസ് അല്ല അക്ഷരാർത്ഥത്തിൽ അപ്സെറ്റ് ആവുന്നു. ടീമിൽ വിശ്വാസം പോയ കാണികളിൽ പകുതിയും എഴുന്നേറ്റ് പോകുന്നു. മെഡിക്കൽ റൂമിന്റെ സ്ക്രീനിൽ അവസ്ഥകൾ മാറി മറിയുന്നത് കണ്ട റൊണാൾഡോയ്ക്ക് നിക്കപ്പുറതിയില്ലാതാവുന്നു. റീ എൻട്രി കൊടുക്കുന്നു. കാലിലെ പരിക്ക് കാരണം കളിക്കാൻ സാധിക്കാത്ത റൊണാൾഡോ തന്റെ ടീമിന് എങ്ങനെ കളിക്കണമെന്നുള്ള തന്ത്രങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു. കളിക്കളത്തിന് പുറത്തു നിന്നുകൊണ്ട് ആർക്കെല്ലാം ബോൾ പാസ് ചെയ്യണമെന്നുള്ള കൃത്യമായ സന്ദേശങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നു. റൊണാൾഡോയുടെ മൈതാനത്ത് പുറത്തു നിന്നുള്ള എനർജി മുഴുവനായി ഉപയോഗിച്ച തന്റെ ടീം എതിർ ടീമിനെ പുറകിലാക്കിക്കൊണ്ട് വിജയത്തിലേക്ക് കുതിച്ചു പായുന്നു. യഥാർത്ഥ നേതൃത്വം സാന്നിധ്യമല്ല സ്വാധീനമാണെന്ന് ലോകത്തിന് തെളിയിച്ചുകൊണ്ട് റൊണാൾഡോയും ടീമും കപ്പ് ഉയർത്തിപ്പിടിക്കുന്നു.